ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. എനിക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇൻട്രഡക്ഷൻസ് ഒന്നും പറയാനറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. സോ നമ്മൾ ഫസ്റ്റ് തന്നെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എണീറ്റ് പാടെ തന്നെ വിൻഡോസ് ഓപ്പൺ ചെയ്തിടും. അതൊരു ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ടാണ്. ഞാൻ എപ്പോഴും അങ്ങനെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വിൻഡോസ് ഓപ്പൺ ചെയ്ത് വെക്കും. എന്നതിന് ശേഷം നമുക്കിവിടെ ഒരു പൂച്ചക്കുട്ടിയുണ്ട്. അപ്പോൾ പൂച്ചക്കുട്ടീൻ്റെ പേര് മിക്കി എന്നാണ്. അപ്പോൾ അവനെ കുറച്ച് നേരം കളിപ്പിച്ചിരുന്നു. അവൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്തു. അവനക്കിങ്ങനെ തലയൊക്കെ മസാജ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ കിച്ചണിലേക്ക് പോയി. രാവിലെ വെള്ളം കുടിച്ചാൽ പിന്നെ നിർബന്ധമാണ് ചായ, കട്ടൻ ചായൻ്റെ നിർബന്ധമാണ്. അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും ഉപ്പ വന്നു സ്നാക്സൊക്കെ ആയിട്ട്. പിന്നെ കട്ടൻ ചായയുടെ കൂടെ കൽത്തപ്പവും നെയ്യപ്പവും ആയിരുന്നു. അപ്പോഴാണ് മണി പ്ലാന്റ് ബോട്ടിലിൽ വെള്ളം കുറഞ്ഞിട്ടുള്ളത് കണ്ടത്. എന്നാൽ പിന്നെ വെള്ളമൊക്കെ ഒന്ന് പുതുതായിട്ട് മാറ്റിയേക്കാമെന്ന് വിചാരിച്ചിട്ട് ബോട്ടിലൊക്കെ എടുത്ത് പുതിയ വെള്ളമൊക്കെ ഒഴിച്ച് പ്ലാന്റ് അതിൽ വെച്ചിട്ട് കിച്ചണിൽ തന്നെ ആ പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം പുറത്ത് വന്നിരുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം ചായയൊക്കെ കുടിച്ചു, നടക്കാനൊക്കെ ഇറങ്ങി. അതിന് ശേഷം മുറ്റം അടിച്ചു വാരി. പിന്നെ ഉമ്മച്ചിയുടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മുറ്റം അടിക്കാനൊക്കെ ഇറങ്ങുന്ന സമയത്താണ് ഈ ചെടികളൊക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് ചെടിയിൽ. പിന്നെ തലേന്ന് മഴ പെയ്തത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. മഴത്തുള്ളികളൊക്കെ എല്ലാ ചെടികളിലും ഇങ്ങനെ വന്ന് ഇരിക്കുന്നത് കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ചെടികളും പൂക്കളൊക്കെ നോക്കിയിരുന്നു. പൊതുവെ മോർണിംഗ് റുട്ടീൻസ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പത്തിരിയും ബീഫ് കറിയായിരുന്നു. ഒരു 11 മണിയൊക്കെ ആയപ്പം ആപ്പിൾ ജ്യൂസ് അടിച്ച് കുടിച്ചതിന് ശേഷം കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ലഞ്ച് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമുക്ക് ഉപ്പേരിക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് പയറാണ്. പയറും അതുപോലെ ബീഫ് വരട്ടിയതും മുട്ട റോസ്റ്റൊക്കെ ആയിരുന്നു ഇന്ന് ലഞ്ചിന് ഉണ്ടായിരുന്നത്. അങ്ങനെ ലഞ്ച് കഴിച്ചതിന് ശേഷം വീണ്ടും റെസ്റ്റ് ടൈമാണ്. ആ ടൈമിൽ ഞാൻ കുറച്ച് എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ആ പണികളൊക്കെ തീർത്ത് വെച്ചു. വൈകുന്നേരം ആയപ്പോഴത്തേനും നല്ല മഴയായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു. നല്ല രസമായിരുന്നു. ഈവനിങ്ങിൽ നല്ല മഴയും കാറ്റൊക്കെ ആയിരുന്നു. രാത്രി നമ്മളൊരു സിനിമയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10:30 ടൈമൊക്കെ ആയിട്ടുണ്ടാവും. ഹസ്ബൻഡിൻ്റെ കൂടെ ഒരു ഫിലിമൊക്കെ കണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോയി. നമ്മൾ വീട്ടിലെത്തുമ്പം ഓൾമോസ്റ്റ് ഒരു 1:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നൈറ്റ് റൈഡൊക്കെ.